ഇതിന്നെ കാണാല്ലേ അജല നിക്കണത്. ഹലോ ഹാഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. പുതിയ വീഡിയോയിലേക്ക് എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഹൃദ്യമായ സ്വാഗതം. നമ്മൾ ഇന്ന് പുതിയ ഒരു വ്യത്യസ്തമായ സ്ഥലത്ത് തുണികൾ ഉണക്കിടാൻ ഉണക്കിടാൻ വേണ്ടി വന്നിരിക്കണം. അതെ, അത് ഓളാണ് ഇവിടെ ഡെയിലി ഞാൻ തുണി ഉണക്കിടാൻ പറഞ്ഞേക്കാറ്. അതുകൊണ്ട് ഇവിടെ എനിക്ക് ടെറസ് കണ്ട് മടുത്തു. അതുകൊണ്ട് ഇവിടെ കുറെ ഡ്രസ്സുകൾ എടുത്ത് കൊണ്ടുപോകാനും ഒക്കെ ഉണ്ട്. ഞാൻ അങ്ങോട്ട് കയറിയില്ലല്ലോ, അപ്പൊ എന്നെ പറ്റിച്ചെന്ത് കള്ളത്തരം ആവാലോ, അതൊക്കെയാണ് ഓളെ മനസ്സിലിട്ട്. സ്റ്റെപ്പ് കയറൂല. എത്ര പേര് ഡ്രസ്സ് അലക്കുന്നുണ്ട്, എന്തെങ്കിലും പടി ഒൾക്കും വേണ്ടേ? അലക്ക് കല്ലും എടുത്ത് അലക്കണം. വാഷിംഗ് മെഷീൻ 4 വെള്ളം ഒഴിക്കാനാണ് ഈ പറയുന്നത്. അത് ഫുള്ളി ഓട്ടോമാറ്റിക് ഒന്നല്ലോ, ഫുൾ അല്ലല്ലോ, സെമി അല്ലേ? ഓട്ടോമാറ്റിക് ഉള്ള വാഷിംഗ് മെഷീൻ ഉണ്ടായിരുന്നു, അത് മേടിക്കാനുള്ള പൈസ ഉണ്ടായിരുന്നു. പക്ഷെ അവൾക്ക് സെമി തന്നെ വേണം. അപ്പൊ പിന്നെ എന്നായിക്കോട്ടെ വിചാരിച്ചു. പിന്നെ അപ്പുറത്തും അലക്കിയത് കൊണ്ട് വിരിച്ചിട്ടല്ലേ, എന്തെങ്കിലും ഒരു പണി വേണ്ട. നമ്മൾ ഞാൻ അലക്കാം, വീട്ടില് നീ അലക്കണ്ടെങ്കിൽ കാണാം. വീട്ടിലേക്ക് തിന്നാൻ കൊടുക്കണേന് നമുക്കതിൽ ഉപകാരം വേണ്ടേ? ചെറുപ്പക്കാരിലുള്ള ടെറസൊക്കെ കയറി വരിക. ഇപ്പൊ ഓളെ പിന്നെ കട്ടിക്ക് പ്രായമുള്ളൂ. നല്ല നമ്മള് നല്ല 21 വയസ്സാണെങ്കിലും ശരീരം വെച്ചിട്ട് 50 വയസ്സിന്റെ മെയിനിയാണ് അത്. അപ്പൊ അതൊന്നും നല്ല വിഷയം. ഇന്നത്തെ നമ്മുടെ വിശേഷം എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് സ്കിറ്റ് വീഡിയോ എടുക്കാൻ വേണ്ടി പോവുകയാണ്. സായുട്ടിയാ ഇന്ന് താഴെ പോയിട്ട് റോസ്റ്റ് ജഗ്ഗിൽ വെള്ളം കൊണ്ടുപോയോ? അപ്പോൾ നമ്മൾ സ്കിറ്റ് വീഡിയോ എടുക്കാൻ വേണ്ടി പോവുകയാണ്. നമ്മൾ കുറേ കാലത്തിന് ശേഷമാണ് സ്കിറ്റ് വീഡിയോക്ക് വീണ്ടും ഒന്ന് ട്രൈ ചെയ്യാൻ പോണത്. അപ്പോൾ നമുക്ക് എന്താ പറയാ, നമ്മൾ അതിന്റെ മുന്നത്തെ വീഡിയോ സ്കിറ്റ് വീഡിയോ എന്നല്ലോ. അത് സ്ക്രിപ്റ്റ് വീഡിയോ ഇട്ടപ്പോൾ ചില കൂട്ടുകാരെങ്കിലും കമന്റ് ഇട്ടിരുന്നു, സ്കിറ്റ് വേണ്ട, എന്താ ഛർദിക്കാൻ വരുന്നു കണ്ടിട്ട് സംതിങ്, അങ്ങനെ 1, 2, 3 കമന്റ് ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പക്ഷെ നമ്മളെ മെജോറിറ്റി നമ്മളെ ഫ്രണ്ട്സുകൾക്കും സബ്സ്ക്രൈബേഴ്സിനും ഒക്കെ. ഞങ്ങൾ ആ ചാനൽ ആദ്യം പണ്ടൊക്കെ സ്കിറ്റ് ചെയ്ത് ഓടിക്കൊണ്ടിരുന്നത്. പിന്നെ ഞങ്ങൾ സ്കിറ്റിന് വേണ്ടി വേറെ ചാനൽ ഉണ്ടാക്കി. പിന്നെ ആ സ്കിറ്റൊക്കെ അതിലായി അങ്ങനെയാണ്. അപ്പോൾ നമ്മളെ സ്കിറ്റ് ഇഷ്ടപ്പെട്ടിട്ട് നമ്മളെ കണ്ട ഒരുപാട് കൂട്ടുകാരുണ്ട്. അപ്പോൾ നമ്മൾ എന്നാലും ഈ ചാനൽ നമ്മൾ ഇനി സ്ക്രിപ്റ്റ് വീഡിയോ ചെയ്യുന്നില്ല, കാരണം കുറച്ച് കൂട്ടുകാർക്കെങ്കിലും ഇതിൽ സ്ക്രിപ്റ്റ് വീഡിയോ വേണ്ട എന്നുള്ള അഭിപ്രായം ഉണ്ട്. അപ്പോൾ നമുക്ക് വേറെ ചാനലുണ്ട്. ആ ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഇന്നും കമൻറ്റ് ബോക്സിൽ ഞാൻ പിൻ ചെയ്ത് വെക്കാം. എല്ലാവരും അതൊന്ന് നോക്കി വെച്ചാൽ മതി കേട്ടോ. സ്ക്രിപ്റ്റ് വീഡിയോ ഞാനൊരു 1, 2 വീഡിയോകൾ ഷൂട്ട് ചെയ്ത ശേഷം മാത്രമേ ഇതിൽ പോസ്റ്റ് ചെയ്യുള്ളൂ. കാരണം ഒരു വീഡിയോ ഇട്ടിട്ട് പിന്നെ കുറേ കാലത്തിന് ശേഷം വീഡിയോ ഇല്ലാന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാവും അല്ലേ. നമ്മൾ ഈ സ്ക്രിപ്റ്റ് വീഡിയോ എടുക്കാന്നുള്ളത് പെട്ടെന്ന് അങ്ങോട്ട് സ്കിറ്റ് എടുക്കാന്നുള്ളത് വലിയൊരു സംഭവമാണ്. പെട്ടെന്ന് കഴിയുന്ന സാധനമല്ല അത്. ട്രാക്കിൽ നിന്ന് വിട്ട കാരണം കൊണ്ട് കയറാൻ തന്നെ പണിയാണ്. അഭിനയിക്കാനും ബുദ്ധിമുട്ടുണ്ട്. നമ്മൾക്കിത് എങ്ങനെയാണ് ഇത് കിട്ടുക അഭിനയിക്കാന്നുള്ള കാര്യത്തിൽ നമ്മൾ വലിയ അഭിനേതാക്കളൊന്നും അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചൊക്കെ ഒന്ന് വൃത്തിയിൽ അഭിനയിക്കണ്ടേ. അപ്പോൾ എൻ്റെ മോളൊക്കെ അഭിനയം മറന്നിക്കണ്. ഇന്നത്തെ കമന്റ്സ് ഒക്കെ എനിക്ക് വേറെ കാര്യം. അപ്പൊ എന്താണെങ്കിലും അത് ഇന്നുമോളെ പഴയ റുക്കിയാത്തൊന്നും നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഇന്നുമോളെ റുക്കിയാത്താക്കി കൊടുത്തിരുന്നല്ലോ. അതല്ല, എനിക്ക് ഞാൻ കുറെ ചിരിക്കുന്നുണ്ടായിരുന്നു അല്ലേ. അതെ, അല്ല ഞാൻ പറയുന്നു കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയില് ഓള് നിന്നിക്കുക, എന്നിട്ട് ഞാൻ എന്ത് പറഞ്ഞാലും അവിടെ എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് പണ്ട് മുതലേ അഭിനയിക്കാനൊന്നും അല്ല. എനിക്ക് പണ്ട് മുതലേ ഇങ്ങനെ അഭിനയിപ്പിക്കാനാണ് ഇഷ്ടം. അഭിനയിപ്പിക്കാനേ, കഥ എഴുതാന്, അതാണ് എനിക്കിഷ്ടം. എനിക്കത് അറിയുള്ളൂ. ഞാൻ അഭിനയിച്ചാൽ ഏറ്റവും നല്ല ഭംഗിയാവുക അറിയണ സീനുകളാ. അതിനാണ് ഇതിന്റെ അഭിപ്രായം ഉണ്ടോ? വാന്ന് ഇതെവിടെ കൂടെ വന്ന് ഇവിടെ കൂടി ഇപ്പൊ അവിടുന്ന് വന്നത് ആ വാതിലടച്ചിട്ട് ആ ഓട്ടയിൽ കൂടി ഇങ്ങോട്ട് ഇറങ്ങിക്കുക. പൊന്നാര സായ്മോനെ, അവിടുന്ന് വീണ് കയ്യും കാലും ഒടിഞ്ഞ ഈ എനിക്ക് പണി ഉണ്ടാക്കല്ലേ കേട്ടാ. ഏതാ പോന്റെ ഓരോ ദുൽമ്. ആ ഇഞ്ചിക്കും ഇതൊക്കെ വെള്ളയ്ക്ക് അങ്ങനെ വെള്ളയ്ക്കാനല്ല, അങ്ങനെ സായ്ക്കുട്ടിയുടെ കുത്തകടൊക്കെ കാണിക്കണം. ഞാൻ വേഗം ചെല്ലട്ടെ. അപ്പം നമുക്ക് ഇവിടെ മച്ചി പണ്ട് വീട്ടിൽ നിന്ന് വരുമ്പോൾ കൊടുത്തയച്ചിരുന്ന ഇഞ്ചിയൊക്കെ മുളച്ചിട്ടുണ്ട്. അപ്പൊ അതിനൊക്കെ വെള്ളം ഒഴിക്കണം. എന്തൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് പനിയും മറ്റേ മൂത്രത്തിന് സംതിങ് എന്തൊക്കെ പ്രശ്നം ഉണ്ടായിരുന്നു. ഉമ്മ ഇഞ്ചി വെള്ളം ഉണ്ടാക്കി തന്നു. അപ്പം ഉമ്മ പറഞ്ഞു കടയിൽ നിന്ന് മേടിച്ച ഇഞ്ചിക്കൊന്നും ആ ഒരു എഫക്റ്റ് കിട്ടൂല, അപ്പോൾ വീട്ടിൽ ഇഞ്ചി ഉണ്ടാക്കിയാൽ മതി എന്നിട്ട് കൊടുന്ന് തന്നതാണ്. പക്ഷെ കൊടുന്നപ്പോൾ വലിയ വളർച്ച ഒന്നും ഉണ്ടായില്ല. അപ്പൊ പെട്ടെന്ന് വെള്ളം വെക്കണല്ലേ, നല്ല. അപ്പൊ നമുക്ക് ഇതിന് വെള്ളം കൊയ്ക്കാട്ടോ. ഇത് നമ്മൾ പണ്ട് വളഞ്ചേരത്ത് വീട്ടിലുണ്ടായിരുന്ന സമയത്ത് വാങ്ങിച്ച ചെടികൾക്ക് വെള്ളം വയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അതിൽ വെള്ളം ആക്കിയിട്ട് ഇതിൽ കൊയ്ച്ചാൽ മതി. ചെരുപ്പിടാതെ വന്നോ സായി കുട്ടിയെ, എന്താ ഈ ചെരുപ്പൊന്നും ഇടാത്ത? കണ്ടോ കാലുമ്പോ ചളിയായില്ലേ. നീ ഇത് വെള്ളയ്ക്ക് മച്ചി. എൻ്റെ അമ്മച്ചി എന്നും ഇഞ്ചിൻ്റെ ഫോട്ടോ അയക്കാൻ പറയും. ഇതാ അമ്മച്ചിയെ, നല്ല ഇഞ്ചിയൊക്കെ നല്ല വലുതായിട്ടുണ്ട്. ഇനി എന്താ വെള്ളം കൊയ്ക്കുന്നുണ്ട്. നമ്മുടെ വേപ്പില തയ്യൊക്കെ വലുതാവുന്നുണ്ട്. ഇഞ്ചി തൈ നല്ല രസമുണ്ട് അല്ലേ ഇപ്പം കാണാനേ. നല്ല മണ്ണൊക്കെ ഉണങ്ങിയിരിക്കുന്നത് വെള്ളയ്ക്ക്. അതിനത്ര കുളിപ്പിച്ചാൽ മതി, കുറച്ച് വെള്ളം മതി. ഡെയിലി ഒന്ന് തുണികൾ വിരിച്ചിടാൻ വരുമ്പോഴേ എന്നോട് ആ തുണികളൊക്കെ വിരിച്ചിടാൻ വരുമ്പോൾ ഒന്ന് ഇതിക്ക് കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതിയേ. ആരടാ പറയണേ. അതെ
ആ ചെടികൾ വേപ്പില തൈ പറിച്ചിട്ടല്ലേ? വേപ്പില തൈ അല്ലാത്ത മറ്റേ ചെടികളൊക്കെ പറിച്ചിട്ട്. എടാ അതിമൊക്കെ വെക്കണ്ട, നിലത്ത് കിട്ടാൻ മതിയേ. കച്ചറാക്കല്ലേ ചെങ്ങായിയെ. ഇവിടെ പിന്നെ എത്ര തുണികൾ നമ്മൾ അലക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിലും വിരിച്ചിടാൻ കുറേ എല്ലാ അയലും നമ്മളല്ല കേട്ടോ, നമുക്കൊരു 3 അയലുണ്ട്. പക്ഷെ അത് തന്നെ നീണ്ടു നിവർന്ന് കിടക്കുന്ന അയലായ കാരണം കൊണ്ട് കുറേ ഡ്രസ്സുകൾ നമുക്ക് അലക്കിയിട്ട് വിരിച്ചിടാൻ പറ്റും കേട്ടോ. പിന്നെ ഞാൻ ഈ മുകളിലേക്ക് തുണികളൊക്കെ ഇങ്ങനെ വിരിച്ചിടാൻ വരുമ്പോഴും സിറ്റൗട്ടിൽ ഇരുന്നിട്ട് ചായ കുടിക്കുമ്പോഴൊക്കെ ചെയ്യുമ്പോഴും ഞാൻ പെട്ടെന്ന് പഠിച്ചൂടെ ഞാൻ ഒറ്റക്കാണോ എന്ന് ആലോചിക്കുമ്പോൾ എന്താണെന്നറിയില്ല, ഒരു പേടി പോലെയോ ഒരു സന്തോഷം പോലെയോ എന്തൊക്കെയോ കൊണ്ട് ഉള്ളിലേക്ക് വരും കേട്ടോ. കാരണം ഞാനത് കുറേ കാലമായിട്ട് ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യമാണ്. എപ്പോഴാണ് എനിക്ക് ഒറ്റയ്ക്ക് ഇത് ചെയ്യാൻ വയ്ക്കുക എന്ന് ആലോചിച്ചിട്ട് ഇടങ്ങറായിട്ട് നിന്നൊരു കാലം ഉണ്ടായിരുന്നു എനിക്ക്. അപ്പം ഞാനത് എന്താ പറയുക, അത് നേടിയെടുത്തു എന്ന് എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ വയ്ക്കാത്ത കാര്യമാണ് കേട്ടോ. ഇപ്പോഴും ഞാൻ ചിലപ്പോഴൊക്കെ എൻ്റെ ഒന്ന് നുള്ളി നോക്കും. ഞാൻ വെറുതെ പറയണതല്ല, ശരിക്കും ഞാൻ ഒന്ന് നുള്ളി നോക്കാറുണ്ട്. ഇപ്പോൾ നമ്മളെ തുണി വിരിച്ചിലൊക്കെ കഴിഞ്ഞു കേട്ടോ. ഞാൻ ഈ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് പണ്ടെങ്ങാണ്ട് എനിക്ക് ഇത് ശരീരത്തിൻ്റെ ഡ്രസ്സാണ്. ശരീരത്തിൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണാൻ എല്ലാവർക്കും അറിയാൻ പറ്റും. ശരീരത്തെ പണ്ടെങ്ങാണ്ട് എനിക്ക് തന്ന ഒരു ഡ്രസ്സാണ് കേട്ടോ. അപ്പോൾ ഞാനിത് ഒരു 1-2 പ്രാവശ്യം ഇട്ടിട്ട് പിന്നെ എടുത്തു വെച്ചിരിക്കുന്നു. അപ്പോൾ ഞാനിത് വീണ്ടും ഞാൻ ഇറക്കിയിട്ടുണ്ട്. ഈ ഡ്രസ്സ് നല്ല നല്ല ഭംഗിയുള്ള കളറാണല്ലോ. എൻ്റെ നെബിലൂട്ടിയുടെ ഡ്രസ്സ് നമുക്ക് ആർക്കെങ്കിലും തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മളത് ഇട്ട് വരുമ്പോൾ ഈ ഡ്രസ്സിൽ എത്ര ഭംഗി ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കും. അപ്പോൾ ഞാൻ പറയും ആ ഭംഗി ഉണ്ടെങ്കിൽ അവിടെ ഉണ്ടായിക്കോട്ടെ, അനക്ക് ഈ ഡ്രസ്സ് തിരിച്ചു തരില്ല എന്ന് പറയും. അതുപോലെ പക്ഷേ അതിനകത്തൊക്കെ ഇത് കാണുമ്പോൾ ഈ ഡ്രസ്സിൽ എത്ര ഭംഗി ഉണ്ടായിരുന്നോ എന്ന് തോന്നുന്നുണ്ടോ എന്നറിയില്ല. എന്താണെങ്കിലും നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. ഇന്ന് നമുക്ക് ബസ് സമരവും അതൊക്കെ ആയ കാരണം കൊണ്ട് ആരും സ്കൂളിലേക്കൊന്നും, സായ്കുട്ടിക്ക് മാത്രമേ സ്കൂളുള്ളൂ, പിന്നെ ഇവൾക്ക് സ്കൂളില്ലല്ലോ. അപ്പോൾ നമ്മൾ കുറച്ച് വൈകിട്ടൊക്കെ എഴുന്നേറ്റിരിക്കുന്നത്. ഇനിയിപ്പോൾ ഒരു ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കിയിട്ട് ഭക്ഷണം കഴിക്കാം അല്ലേ കുട്ടികൾ? കമോൺ, നല്ല പോലെ. ഈ തേങ്ങ പൊളിച്ചിട്ട് വായോ. ഇവിടെ നമ്മൾ തേങ്ങ പൊളിക്കണ യന്ത്രമൊക്കെ ഇവിടെ തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾ തേങ്ങ പൊളിച്ചിട്ട് വായോ, ഞാൻ താഴെ പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം. ഓക്കെ. ഇത് ഉമ്മച്ചിക്ക് ഇഞ്ചിച്ചെടിൻ്റെ ഒരു ഫോട്ടോ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മോൾ ഇഞ്ചിച്ചെടിൻ്റെ ഫോട്ടോ നമ്മൾ കഴിച്ചെടുത്തോളൂ. നേരം വഴുകി ഉറങ്ങി എഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ അന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് പിന്നെ ഉപ്മാവ് ആയിരിക്കും കേട്ടോ. ഉപ്മാവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇൻഗ്രീഡിയൻസ് ഒക്കെ ആദ്യം തന്നെ ഇവിടെ സെറ്റാക്കി വെച്ചിട്ടാണ് നമ്മൾ തുണിയിൽ വിരിച്ചിടാൻ പോയത് കേട്ടോ. നമ്മൾ നല്ല വെളിച്ചെണ്ണയിലും നെയ്യിലും മിക്സ് ചെയ്തിട്ടാണ് ഉപ്മാവ് ഉണ്ടാക്കുക. ഉപ്മാവ് നമുക്ക് ഒറ്റയ്ക്ക് കഴിക്കാനൊരു മിക്കവർക്കും വൈകുന്നേരം സ്നാക്സിന് കഴിക്കാൻ ഇഷ്ടമുണ്ടാകും. പക്ഷേ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ഉപ്മാവ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു മുഖം ചുളിച്ചിലുണ്ടാക്കുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അപ്പം നമ്മൾ ഉപ്മാവിനെ എങ്ങനെ കൂടുതലും ടേസ്റ്റി ആക്കാമെന്ന് വിചാരിച്ചിട്ട് കയ്യിൽ കിട്ടുന്ന എല്ലാ സാധനങ്ങളും ഞാൻ പെറുക്കിടാറുണ്ട്. അപ്പം ഇതിൽ തേങ്ങ കൂടി ചേർത്തിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി നന്നാവുമായിരുന്നു. അപ്പോൾ തേങ്ങ ഇന്നുമോളോട് പൊളിക്കാൻ പറഞ്ഞപ്പോൾ ഇന്നുമോൾക്ക് വലിയ മുഖമല്ല. അപ്പോൾ പിന്നെ ഞാൻ വേഗം തേങ്ങ അല്ലെങ്കിലും വെള്ള ഉപ്മാവ് നമുക്ക് സെറ്റാക്കാമെന്നൊക്കെ വിചാരിച്ച് കുറച്ച് മല്ലിയിലയും ക്യാരറ്റും സവാളയും പച്ചമുളകും ഒക്കെ ഇട്ടിട്ട് റവ ഇട്ടിട്ട് വറുത്തിട്ട് പിന്നെ തിളച്ച വെള്ളം ഇങ്ങോട്ട് ഒഴിച്ചിട്ട് ആ തിളച്ച വെള്ളത്തിൽ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെയാണ് ഞാൻ ഉപ്മാവ് ഉണ്ടാക്കുക. ഇത് നമുക്ക് ഈസിയാണ്. 2 പാത്രം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഉപ്മാവാക്കാം. അല്ലെങ്കിൽ ആദ്യം നമ്മൾ റവ വറുത്തിട്ട് വേറെ പാത്രത്തേക്ക് ആക്കണം, പിന്നെ അതൊക്കെ പ്രയാസമല്ലേ. ഇത് ഈസി ആയിട്ട് ഉപ്മാവ് ഉണ്ടാക്കും. അപ്പോൾ നമ്മളെ ഉപ്മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിങ്ങനെ അടച്ചു വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് വേവിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ആ എഗ്ഗ് കാണിച്ചതായിട്ട് ഇതാണ് നമ്മൾ നല്ല ഉപ്പും കുരുമുളക് പൊടിയൊക്കെ ഇട്ട് എഗ്ഗ് ഉണ്ട്. പിന്നെ എന്തുണ്ട് മോൾ പറയൂ, എന്താണ്? ഉപ്മാവുണ്ട്, സാൾട്ട് മാങ്ങോട്ട് മാത്രമായിട്ട് കെച്ചപ്പ്. ഞാൻ കെച്ചപ്പ് കൂട്ടിയാണ് ഉപ്മാവ് വയ്ക്കുക. എനിക്കാണെങ്കിൽ കുറച്ച് പഞ്ചസാര വേണം. ഉപ്മാവ് നല്ല മീൻ മുളകിട്ടുള്ള ആലോചിക്കാവും. മീനൊക്കെ മുളകിട്ട് സമയം ഒരുപാടാവും. ഇല്ല വറക്കുന്ന ഉപ്മാവ് നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഞാൻ നല്ല ടൊമാറ്റോ സോസും ഉപ്മാവും. എനിക്ക് പണ്ട് ഈ രാവിലത്തെ ഉപ്മാവ് കാരണം വലിയ താല്പര്യം ഉണ്ടായിരുന്നു. എനിക്ക് കറി വേണമായിരുന്നു. വൈകുന്നേരം കഴിക്കും കറി കൂട്ടിയിട്ട്. പക്ഷെ ഇപ്പം ഉപ്മാവ് നല്ല ഇഷ്ടമാണ്. കാരണം ഉണ്ടാക്കാൻ സുഖമാണ്, ടൊമാറ്റോ സോസ് കൂട്ടി കഴിക്കാൻ രസമാണ്. പിന്നെ ഒരാൾ വേണം വണ്ടച്ചിട്ട് കഴിക്കുന്നുണ്ട്. നമ്മളങ്ങനെ ചാവടിയെല്ലാം കഴിഞ്ഞിട്ടേ ഒരു മീൻ കറിയും മീൻ വറുത്തവും ഒക്കെ ഉണ്ടാക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. ഇന്നിപ്പോൾ സ്ക്രിപ്റ്റ് വീഡിയോ എടുക്കുക എങ്ങനെയാണെന്നൊരു പിടുത്തവും കിട്ടുന്നില്ല. രാവിലെ നീറ്റേനെ നേരം വൈകിട്ടാണ്. പിന്നെ ആണെങ്കിൽ നിൽക്കാത്ത മഴയും പിന്നെ കഴിയാത്ത ജോലികളും അത് വേണമെങ്കിൽ പറയാം. ഇപ്പം ഞാൻ അധികം ഗ്ലൗസ് ഇട്ടിട്ടല്ല വർക്ക് ചെയ്യാറ് കേട്ടോ. എൻ്റെ അപ്പച്ചി പറഞ്ഞു
ഇടക്കൊക്കെ ഒന്ന് കയ്യും കാണിച്ചിട്ട് മറ്റേ വീഡിയോ ഒക്കെ ചെയ്യുകൊണ്ട് എപ്പോഴും ഈ കറുത്ത ഗ്ലൗസ് ഇട്ടുണ്ടാന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഇപ്പം അധികം ഗ്ലൗസ് ഞാൻ ഉപയോഗിക്കാറില്ല. പക്ഷെ ഇത് നമുക്ക് മീനായ കാരണം കൊണ്ടേ ഞാൻ രാവിലെ ഞാൻ കുളിക്കുകയൊക്കെ ചെയ്തതല്ലേ, അപ്പോൾ നമുക്ക് ഒന്ന് ഗ്ലൗസ് ഇടണം. ഇനിയിപ്പോൾ ഒരു കമൻ്റ് ഉണ്ടായിരുന്നു, അയ്യോ എന്താ ഗ്ലൗസ് ഇട്ടിട്ടേ അവർ മീൻ മുറിക്കുള്ളൂ, മീനിൻ്റെ മണം പോലും പറ്റൂല, മീൻ കഴിക്കാനൊക്കെ ഇഷ്ടമാണ്, അങ്ങനെയൊക്കെ പറഞ്ഞൊരു കമൻ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഇതിനൊന്നും നമ്മൾ റിപ്ലൈ കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. അതൊക്കെ ഓരോരുത്തർ ഓരോ ഇതിൽ പറയണതാണ്. പക്ഷെ എങ്കിലും കൂടെ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പച്ച മീനിൻ്റെ മണം കൊണ്ട് നമ്മൾ പുറത്തേക്ക് പോകാറില്ലല്ലോ. ഞാൻ മീൻ വറുത്തിട്ട് കഴിക്കുമ്പോഴത്തെ മണം ഇഷ്ടമല്ല, അങ്ങനെയല്ല പറഞ്ഞത്. മീൻ നമ്മൾ വെറും കൈയോട്ട് നമ്മൾ ഇങ്ങനെ നന്നാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ മേത്ത് തെറിക്കും. മേത്ത് തെറിക്കണം പിന്നെ നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ കൈ കൊണ്ട് മീനായിട്ടുണ്ടെങ്കിൽ എൻ്റെ കൈയിൻ്റെ സ്കിന്നുണ്ടല്ലോ ഭയങ്കര സോഫ്റ്റ് സ്കിന്നാണ്. അപ്പോൾ ആ മീനിൻ്റെ മണം അങ്ങോട്ട് കഴുകിയാൽ തീരെ പോകൂല. പിന്നെ ഈ ഗ്ലൗസ് ഇട്ടിട്ട് നിങ്ങൾ ഈ കമൻ്റ് ഇട്ട ആള് ഗ്ലൗസ് ഇട്ട് കുറച്ച് കാലം വർക്ക് ഇങ്ങനെ മീനൊക്കെ മുറിക്കുക, ഇറച്ചിയൊക്കെ മുറിക്കുകയൊക്കെ ജോലി ചെയ്തൊക്കെ കിട്ടോ. പിന്നെ നമുക്ക് ഈ വെറും കൈ കൊണ്ട് നമുക്ക് ഇറച്ചി മീൻ തൊടുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടൊക്കെ അറിയും. അത് വിചാരിച്ചിട്ട് മീൻ കഴിക്കാൻ പറ്റും, മീനിൻ്റെ മണം ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, മീൻ തൊടാൻ ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു സത്യം തന്നെയാണ്. എനിക്ക് മീൻ കഴിക്കാൻ ഇഷ്ടമാണ്, പക്ഷെ മീൻ നന്നാക്കുന്നതിന് മുമ്പിൽ അതിൻ്റെ പച്ചമണം ഇഷ്ടമല്ല, മീനിൻ്റെ പച്ചക്ക് തൊടുന്നതും ഇഷ്ടമല്ല. ഇത് രണ്ടും സത്യമാണ് കേട്ടോ. അപ്പം നമുക്ക് മീൻ എടുക്കാം. നമ്മളിന്ന് നല്ല അയലപ്പാര നല്ലത് നന്നാക്കിയിട്ടാണ് വാങ്ങിച്ചിരുന്നത് കേട്ടോ. നമ്മൾ ഈ ട്രോളിങ് നിരോധനം അതും ഇതൊക്കെ ആയിട്ടേ മീൻ കഴിച്ചിട്ട് കുറേ കാലമായിട്ടുണ്ടായിരുന്നു. അപ്പം ഇന്നൊരു മീൻ കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്കിന്ന് മീൻ നല്ല ആഘോഷമാക്കി മുറിച്ചെടുക്കാം കേട്ടോ. നല്ല അപ്പൊ ഉച്ചക്ക് എന്താണ് ബുധനാഴ്ച അല്ലേ, വെനസ്ഡേ ലഞ്ചിക്ക് എന്താണെന്ന് നോക്കിയാലോ. നല്ല ചൂടില്ല കേട്ടോ, സോറി പുക മാറിക്കാൻ പറഞ്ഞു. ചോറുണ്ട്, പിന്നെ സ്റ്റീൽ പാത്രം. അതെ, പിന്നെ എന്റെ ചോറിനൊന്നും കാണിച്ചു കൊടുക്കല്ലേ, എന്റെ അളവ് കുറച്ച് കൂടുതലാക്കാൻ. അതെ, സായിക്കുട്ടിയെ ഹിമാലയത്തിലേക്ക് പോയിട്ട് 6 മണിക്ക് ശേഷം വരണമെന്നല്ല, ഡിപ്രിമിഷനിക്ക് പോയിട്ട് 6 മണിക്ക് ശേഷം വരണമെന്നാണ്. ഹിമാലയത്തിലാണ് ഡിപ്രിമിഷൻ ഇരിക്കുന്നത്. പോയിട്ടൊരു ടീഷർട്ട് ഇട്ട് ചെങ്ങായിയെ നാട്ടാറ് വിചാരിക്കുക കണക്ക് ഞാനൊന്നും തിന്നാൻ തരുന്നില്ല എന്ന്. എല്ലാവർക്കും ചോറ് വിളമ്പി, എനിക്ക് സ്പെഷ്യലായിട്ട് വെളിച്ചെണ്ണ. ഇവിടെ നല്ല ഡയറ്റിലാണ് കേട്ടോ എന്റെ മോള്, കാരണം മെലിയേണ്ടതല്ലേ. കൊറേ ദിവസമായി മീൻ കറി മീൻ വറുത്ത് കൂടെ. അപ്പൊ എനിക്ക് മീൻ എന്നൊക്കെ പറഞ്ഞ പ്രാന്താണ്. നല്ല എണ്ണ ഇങ്ങനെ ചകന്ന മീൻ കറി പോയിട്ട് കഴിക്കാൻ പോതിയ. അതാണ് എല്ലാരും ഞാൻ ചോറ് എടുത്തോളി. ചകന്ന തല്ലായിരിക്കണം, ഓറഞ്ച് കളറാന്ന് മാത്രം. ഉപ്പില്ലേ? ഉപ്പുണ്ട് ഇല്ലേ? എരിവുണ്ട്. എന്റെ മമ്മ കറി ഉണ്ടാക്കിയതാ. പൊന്നെ കറിയും ചോറൊക്കെ എടുത്ത് നടന്നോട്. ഞങ്ങളെ വീട്ടിൽ 2 തരത്തിലെ ആൾക്കാരുണ്ട്, 2 തരത്തിൽ മക്കളുണ്ട്. ഒന്ന് തിന്നിട്ട് മതിയാവണില്ല, ഒന്നിനും വേണ്ടേരും. അതൊക്കെ കണ്ടോ, എന്റെ ചോറ് മാത്രം കണ്ടോ, ഞങ്ങൾക്ക് ആവശ്യമുള്ളതിലേറെ സാധനം എടുത്തിക്കണ്. പക്ഷെ ആ നടക്കണോ, രാവിലെ ഒന്നും കഴിച്ചില്ല, ഒരു ഉപ്മാവ് കഴിച്ചതിന്റെ ബലത്തിലാണ് നടക്കണത്. നിങ്ങൾ കൊടുക്കാനില്ല, തിന്നാഞ്ഞിട്ടാണ്. ഇന്ന നോക്കിയാൽ മതി, പെരേര് ചോറ് കിട്ടില്ലെന്ന് അറിയാം, ഇന്ന നോക്കിയാൽ മതി. ഞാൻ മെലിഞ്ഞ കണ്ടാൽ മനസ്സിലാക്കിയാൽ മതി, തിന്നാനൊന്നും വീട്ടിൽ തരുന്നില്ല. അല്ലാത്ത പക്ഷെ എല്ലാം തരുന്നുണ്ടെന്നാണ് അർത്ഥം. എല്ലാവർക്കും ഓരോ മീൻ വറുത്തുള്ളൂ. അങ്ങനെ എൻ്റെ മോള് സായിക്കുട്ടി അവിടെ ഇരിക്കുന്നു, ഞാനിവിടെ ഇരിക്കുന്നത് കേട്ടോ. രസമുണ്ട്, ആദ്യമായിട്ടാണ് ഞാൻ ഇവിടെ തൊട്ട് ഫുഡ് കഴിക്കുന്നത്. കറി രക്ഷയില്ല, അടിപൊളിയായിട്ടില്ലേ? അതാണ് ഞാൻ ഉണ്ടാക്കിയ കറി അങ്ങനെ മോശം വരില്ല, ഞാനാണ് മീൻ കറി ഉണ്ടാക്കുന്നത്. അപ്പം നമ്മൾ ചോറിനോട്ടെ കേട്ടോ. അങ്ങനെ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഇനി ചെറുതായിട്ടൊന്ന് റെസ്റ്റ് എടുക്കണം. സാധാരണ ഇപ്പം ഞാൻ ഉച്ചയ്ക്ക് കിടന്നുറങ്ങാറില്ല കേട്ടോ. നമ്മൾ രാവിലെ ബെഡ്മെന്ന് എഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ പിന്നെ രാത്രി ബെഡ്മക്ക് ഉറങ്ങാൻ പോകാമോ എന്നുള്ളതാണ് ഇപ്പോഴത്തെ എൻ്റെ റൂള്. പക്ഷേ ഇന്ന് എന്താണെന്ന് അറിയില്ല, ഭയങ്കര ക്ഷീണം. പിന്നെ ഇന്ന് വലിയൊരു സംഭവം ആകുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിന്ന് സ്ക്രിപ്റ്റ് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് സ്ക്രിപ്റ്റ് വീഡിയോ എടുത്തിട്ടില്ല. സ്ക്രിപ്റ്റ് വീഡിയോ എടുക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കുറച്ച് നമ്മൾ മെൻ്റലി ഒന്നും ഭയങ്കരമായിട്ട് പ്രിപ്പയർ ചെയ്യുന്നൊരു സാധനം. അപ്പോൾ അതിങ്ങോട്ട് സെറ്റ് ആയില്ല. അപ്പോൾ ഇനി നാളെ എന്ത് വിചാരിച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ
ഇന്ന് ഉച്ചയ്ക്ക് മീൻകറി കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ളൂ. അപ്പോൾ ഇനി നാളെ നമുക്ക് കറിയൊന്നും വെക്കേണ്ടി വരില്ല. അപ്പോൾ രാവിലെ ഒറ്റ ബ്രേക്ക്ഫാസ്റ്റ് വെക്കിട്ട് രാവിലെ നമ്മൾ വീഡിയോ എടുക്കാൻ നിൽക്കുക എന്നാണ് ഞാൻ വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇന്ന് സ്ക്രിപ്റ്റ് വീഡിയോ നടന്നിട്ടില്ല കേട്ടോ. അപ്പോൾ ഇന്ന് എനിക്ക് ഭയങ്കര ക്ഷീണമുണ്ട്. അപ്പോൾ ഞാനിന്നൊന്ന് ചെറുതായിട്ട് മയങ്ങാൻ പോകും. സായിക്കുട്ടി എന്തൊക്കെയാണ്? ഞാൻ എവിടെ തന്നെ ഉണ്ടാവും. സായിക്കുട്ടിയുടെ ഫോൺ എടുത്ത് വെച്ചിട്ടാണ്. അപ്പോൾ അവർക്ക് വേറെ എൻ്റർടൈൻമെൻ്റ് ഒന്നും ഇല്ലേ. എൻ്റെ സായിക്കുട്ടി പഠിപ്പിക്ക് നല്ലോണം ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് അവൻ്റെ ഫോണൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടാണ്. അപ്പോൾ അതിൻ്റെ ഒരു സങ്കടവും ചെറിയൊരു ഇറിറ്റേഷനൊക്കെ ഓനിക്കുണ്ട്. പക്ഷേ കുഴപ്പമില്ലല്ലോ. എൻ്റെ ഇവിടെ അത് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഞങ്ങൾക്ക് മാക്ബുക്ക് ഉണ്ട്. അപ്പോൾ മാക്ബുക്കിൽ നമുക്ക് അത്യാവശ്യമില്ല വീഡിയോസൊക്കെ കാണും. പക്ഷേ ഈ ഫോണാകുമ്പോൾ മാക്ബുക്ക് ആകുമ്പോൾ നമ്മൾ ഈ ലാപ്ടോപ്പ് ആകുമ്പോൾ വലിയ കുറേ നേരം ഇരിക്കില്ല. പക്ഷെ ഫോണാകുമ്പോഴല്ലോ തോണ്ടി 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 ഇങ്ങനെ ഇരിക്കും. അപ്പോൾ അതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ മാക്ബുക്കിൽ കണ്ടോ എന്ന് പറഞ്ഞിരിക്കണം അവരോട്. അപ്പോൾ നമുക്കൊന്ന് ഇനി ഒന്ന് ഉറങ്ങി നീട്ട് ചെറുതായിട്ടൊന്ന് മയങ്ങി നീട്ട് വരാം. എന്നിട്ട് നമുക്ക് വൈകുന്നേരത്തെ വിശേഷങ്ങൾ കാണാം. ഇപ്പം തന്നെ ഏകദേശം വൈകുന്നേരം കഴിക്കണം. എന്നാലും ഉറങ്ങി നീട്ട് കഴിഞ്ഞപ്പോഴേ ഞാൻ കുറേ ദിവസമായി ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട്. അപ്പോൾ ഒന്ന് പുറത്തേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ച് ഇറങ്ങിയതാണ് കേട്ടോ. നമ്മൾ ഈ മറ്റേ റൂമിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കലാണ്. പുറത്തേക്ക് തന്നെ തീരെ ഇറങ്ങാറില്ല. അപ്പോൾ ഒരു ശുദ്ധവായു കിട്ടാൻ വേണ്ടി ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയത്. സായിക്കുട്ടി ഇവിടെ കുട്ടികളുടെ കൂടെ കളിക്കുന്നുണ്ട്. അപ്പോൾ വെറുതെ ഒന്ന് ഇറങ്ങിയതാ. നമ്മളൊന്ന് ആ മുകളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമുക്കൊരു രസം തോന്നുമല്ലോ. അതിന് വേണ്ടി ഇറങ്ങി. നമ്മുടെ ഇന്നുമോളും കോളേജ് പഠനമൊക്കെ കഴിഞ്ഞ ശേഷം നമ്മുടെ ഇന്നുമോളും പുറം ലോകം കാണാറില്ല. ഇന്നുമോളും പുറത്തിറങ്ങാൻ പഠിക്കണം. അങ്ങനെ പഠിച്ചിട്ടൊന്നും കാര്യമില്ല. ജോലിക്ക് പോകണ്ടേ, കായ് ഉണ്ടാക്കണ്ടേ. കുറച്ച് കുപ്പായം മാറ്റി ഇറങ്ങാൻ തണുപ്പ. ആ കൂരിക്കൂടി ഇരിക്കണതൊക്കെ അങ്ങനെ വടി പിടിച്ചാലൊന്നും പറ്റില്ല. നല്ലോണം ജോലി ചെയ്ത് പൈസ ഉണ്ടാക്കേണ്ട ആളാണ്. എന്നെ നോക്കണ്ടേ. എന്താണിത്? എന്താണ്? ആരെന്ത് റൊണാൾഡോയാണ്? ആള് മാറിയോ? സായിമോനല്ലേ? ഇത് ജയറാവ് പറഞ്ഞ പോലെ ഒരു പന്തിന്റെ പുറത്ത് ഇങ്ങനെ ഇങ്ങനെ ഓടുക. അതല്ല ഈ ഫുട്ബോള്. ഇതാണ് നമ്മളെ റൂം. നമ്മളെ ലൈറ്റ് നമ്മൾ ഉണങ്ങിയ തെങ്ങ്. ഇവിടെയൊക്കെ പിന്നെ എല്ലാവരും തുണികളൊക്കെ ഉണക്കിയിട്ടിട്ടുണ്ട്. ഇതാണ് നമ്മളെ അപ്പാർട്ട്മെന്റിലെ ഗവൺമെന്റ് ഉദ്യോഗസ്ഥ. ഇന്ന് ഹർത്താലായിട്ട് തനിക്ക് ജോലി ഉണ്ടായിരുന്നു അല്ലേ? ഗവൺമെന്റ് സർക്കാർ ജീവനക്കാര് ലീവ് എടുക്കാൻ പാടില്ല. ഓ ഓ ഓ സ്കൂട്ടി ഓടിച്ചില്ലേ? ആ ഒന്ന് ഡള്ളായിക്കണത് തന്നെ. അത്രയും നേരം ഇത് കൊണ്ടിട്ടല്ലേ എനിക്കും. അമ്മ വന്നപ്പോ എന്താ സ്നേഹം. എവിടെ നിന്റെ സിസ്റ്റർ? എവിടെ? വീട്ടിലോ? എങ്ങനെയുണ്ട് നിന്റെ മോളെ പുറത്തേക്ക് ഇറങ്ങിയ എക്സ്പീരിയൻസ്? ഞാൻ അങ്ങനെ പുറത്തേക്ക് ഇറങ്ങാറൊക്കെ ഉണ്ട്. ആ പുറത്ത് തന്നെ ആണല്ലോ ഉണ്ടായിരുന്നത്. ഒരാഴ്ച 2 ആഴ്ച ആയിട്ട് ഉള്ളിൽ കയറിയിട്ട്. ആ അല്ല, വീട്ടിൽ നിന്ന് കുറച്ച് നേരം ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോ ഒരു സുഖമുണ്ട്. ഇപ്പൊ അവര് പറഞ്ഞില്ലേ ചിരിച്ചിട്ടാ ക്യാമറ പിടിച്ചിട്ടുണ്ട്. സോറി. അതായത് അവര് പറഞ്ഞില്ലേ ഉള്ളിൽ ഇരിക്കുന്ന ആൾക്കാർക്കാണ് പുറത്തിരിക്കാൻ തോന്നുന്നത്, പുറത്തിരിക്കുന്ന ആൾക്കാർക്ക് ഉള്ളിലേക്ക് ഇരിക്കാൻ തോന്നുന്നു. ഞാൻ കുറെ ആയിട്ട് പുറത്തായ കാരണം കൊണ്ട് എനിക്ക് ഉള്ളിൽ ഇരിക്കുമ്പോൾ നല്ല സുഖം തോന്നുന്നുണ്ട്. ഞാൻ കുറെ ദിവസമായിട്ട് ഉള്ളിൽ തന്നെ ഇരുന്നിട്ടേ ഒന്നിങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ 2 മനുഷ്യന്മാരൊക്കെ എക്സ്ട്രാ. ഈ 2 മാത്രമല്ല ഞാൻ കാണുന്നുള്ളൂ. ഈ ഇന്നുമോളും ഒരു സായിക്കുട്ടിയും ആ ഒരു മോന്തല്ലേ കാണും. അപ്പൊ പുതിയ മുഖമൊക്കെ കണ്ടിട്ട് വന്ന് നടന്നപ്പേ നല്ല രസം. അത് നാരങ്ങ ചെടിയാണല്ലേ? നാരങ്ങ ചെടി. ഇത് ലൈമാണോ ലെമണാണോ? നീ അതൊന്നും എടുത്തിട്ട് മണത്ത് ഇല എടുത്തിട്ട് ഒന്നിങ്ങനെ ഇങ്ങനെ ആക്കി കൈ കൊണ്ട് തിരുമ്മി ആക്കി വെക്ക്. എന്നിട്ട് കയ്യിലിട്ട് തിരുമ്മ. നന്നായിട്ട് തിരുമ്മ. എന്നിട്ട് മണത്താക്കി വെക്ക്. നല്ല ഫ്രഷ് മണല്ലേ? നല്ല ഇത് ഓറഞ്ച് ചെറുനാരങ്ങടാ. എന്താണ് ചെടി? ഓറഞ്ചോ? അപ്പുറത്തെ വീട്ടിൽ ഓറഞ്ച് കട്ട് പൊട്ടിക്കുന്നതാണ് ഇവര് പടി. അപ്പൊ ഈ വീഡിയോ കണ്ട വരും. അവര് ചിലപ്പോ ഈ വീഡിയോ കാണണ്ടാവും. അപ്പൊ ആരൊക്കെയാണ് ഇതാ ഈ 3 പേരാണ് കേട്ടോ ഓറഞ്ച് കട്ട് പൊട്ടിച്ച ആൾക്കാര്. അതൊക്കെ ആൻഡോ ഉണ്ടല്ലോ ആയിട്ടുള്ളവന്. അയ്യടാ കുരു ചവച്ചിട്ട് വായിട്ട് കയ്പ് ഇതുവരെ പോയിട്ടില്ല. നല്ല വെരി ഗുഡ്. റിയൽ പഴുത്തൊരു ഓറഞ്ചല്ലേ അതവിടെ നിൽക്കുന്നത് മഞ്ഞ കളറില്. ഇതൊക്കെ പച്ചയാണ്. അവിടെ നമ്മള് മോട്ടറിടാൻ പോവാ. നിർത്താൻ പോവാ.
ടാങ്കിക്ക് വെള്ളം ഒരുപോലെ ആയിട്ട് കുറച്ചും ഇടാൻ എല്ലാവരും കറ്റാർവാഴൊക്കെ നട്ടിട്ടുണ്ട്. അത് വേപ്പിലാണ്. ആരാണ് ചാടി വരുന്നത്? ആരാണ് ഈ ചാടി വരുന്നത്? ആരാ? അന്നക്കുട്ടിയെ ആ മങ്കി കളിക്കാൻ നല്ല ആൾ തന്നെ വിളിച്ചുകൊണ്ടുള്ളത്. ഓക്കെ, അങ്ങനെ നമ്മൾ ഒരു ചായ കുടിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. ഈവനിങ് ആയിട്ട് ഇനി ഒരു കട്ടൻ ചായ ആവാം. നമ്മൾ രാവിലത്തെ ഉപ്മാവുണ്ട്. നമ്മൾ ഇന്നുപോലെ രാവിലെ പറഞ്ഞില്ലേ ഉപ്മാവയ്ക്ക് മീൻകറി വെച്ചാൽ രസക്കാരുന്ന്. അപ്പോൾ നല്ല മീൻകറി കൂട്ടിയിട്ടാണ് ഉപ്മാവ് കഴിക്കുന്നത്. രാവിലെ ഉപ്മാവും ടൊമാറ്റോ സോസും, ഇപ്പൊ ഉപ്മാവും മീൻകറിയും. ഉപ്മാവിനിടയിൽ രാവിലെ കഴിക്കുന്നതിനെക്കാട്ടി ടേസ്റ്റ് കഴിയും വൈകുന്നേരം കഴിക്കുമ്പോൾ. ആ ടേസ്റ്റ് കഴിയും. എല്ലാം വെച്ചു പ്രത്യേകിച്ച് മീൻകറി കൂട്ടുന്നു. ഇതിന്റെ സ്കിറ്റ് അഭിനയിക്കാൻ നിൽക്കുന്നു. ഇവിടെ രാത്രി ഇന്നോട് മാത്രം കേട്ടോ. നമ്മൾ പറയാൻ മറന്നു, നമ്മൾ ചായ കൂടെ എല്ലാം കഴിഞ്ഞ് അങ്ങനെ ഈവനിങ് ആയി. പിന്നെ മഴക്കായി, വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല. വെറുതെ ഇരിക്കലായി. അപ്പൊ വീഡിയോ എടുക്കണമെന്നുള്ള ബോധം വന്നപ്പോഴേക്കും നമുക്ക് രാത്രിയായി. അപ്പൊ നമ്മൾ ഇന്നുമോൾ സ്കിറ്റിന് അഭിനയിക്കാൻ നിൽക്കല്ല. ഇന്നുമോൾ മാത്രമാണ് നമ്മുടെ രാത്രി ഫുഡ് കഴിക്കുക. സായ്കുട്ടി മാത്രമേ കഴിക്കുള്ളൂ. പക്ഷെ ഇന്ന് സായ്കുട്ടി കഴിച്ചില്ല. ഇന്ന് സായ്കുട്ടിക്ക് എന്തോ കുറച്ച് മുമ്പേ ചോറില്ല. ഞാൻ പുഴുങ്ങി വെച്ച മുട്ടരക്കുണ്ടായി, ഞാൻ മാത്രമേ കഴിച്ചോളൂ. ഓഹോ അയ്. അപ്പൊ രാത്രി ഇങ്ങനെ കിച്ചൺ വൃത്തിയാക്കി വെക്കേണ്ടതും പിന്നെ വേസ്റ്റ് കൊണ്ടുപോയി സായ്ക്കുട്ടിന്റെ ജോലിയാണ്. സായ്ക്കുട്ടിന്ന് പതുക്കെ മുങ്ങിയ കാരണം കൊണ്ട് വേസ്റ്റ് നിന്നുപോണ കൊണ്ടുപോയിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമുക്കിനി അടുത്ത വിശേഷമായിട്ട് ഉടനെ കാണാം. അതുപോലെ എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും അസ്സലാമലൈക്കും. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ.